ഇൻ്റർനാഷണൽ ബിസിനസ് യൂണിറ്റിൽ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് ഇൻ്റർനാഷണൽ ട്രേഡ് തിയറീസ്. മിക്ക നെറ്റ് എക്സാമിനും ഈ ഒരു ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. ഓക്കെ, ഈ ഒരു ഭാഗം നമുക്ക് പഠിച്ചു വെക്കാൻ വളരെ എളുപ്പമാണ്. അതിൻ്റെ ഓരോ തിയറീസിൻ്റെ കോർ കണ്ടൻറ്റ് മാത്രം നമ്മൾ പഠിച്ചു വെച്ചാൽ മതി. ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കേണ്ട. അതിൻ്റെ ബേസ് ഐഡിയ എന്താണെന്ന് നമ്മൾ നോക്കി വെക്കണം. ഓക്കെ, നമുക്ക് എന്താണ് ട്രേഡ് തിയറീസ് എന്ന് നോക്കാം. എന്താ ട്രേഡ് തിയറി എന്ന് വെച്ചാൽ, ട്രേഡ് തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാര്യങ്ങൾ ഇതാണ്. വൈ നാഷൻസ് ട്രേഡ്, രാജ്യങ്ങൾ തമ്മിൽ എന്തിനാണ് ട്രേഡ് ചെയ്യുന്നത്, ആൻഡ് വേസ് ബൈ വിച്ച് നാഷൻസ് ബെനിഫിറ്റ് ഫ്രം ദെയർ ഇമ്പോർട്ടൻറ്റ് എക്സ്പോർട്ട്, ഇമ്പോർട്ടിലൂടെയും എക്സ്പോർട്ടിലൂടെയും രാജ്യങ്ങൾക്ക് എങ്ങനെയാണ് ബെനിഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുക. ഈ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഇൻ്റർനാഷണൽ ട്രേഡ് തിയറീസിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഈ ട്രേഡ് തിയറീസിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഒന്ന് ക്ലാസിക്കൽ മോഡൽസ് എന്നും അല്ലെങ്കിൽ ക്ലാസിക്കൽ തിയറീസ് എന്നും, രണ്ടാമത്തത് മോഡേൺ തിയറീസ് എന്നുമാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഒന്ന് ക്ലാസിക്കൽ തിയറി, രണ്ട് മോഡേൺ തിയറി. അപ്പോൾ ഈ ക്ലാസിഫിക്കേഷൻ ഓർത്ത് വെക്കുക. ഓരോ ക്ലാസിഫിക്കേഷൻ വരുന്ന സബ് തിയറീസ് നമ്മൾ എന്ത് ചെയ്യണം, ഓർത്ത് വെക്കണേ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നോക്കുക, ക്ലാസിക്കൽ തിയറീസിൽ വരുന്ന 4 എണ്ണമാണ്. ഏതൊക്കെയാണ്? മെർക്കൻറ്റൈലിസം തിയറി, അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറി, കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് ആൻഡ് എച്ച് ഒ തിയറി. അതേപോലെ മോഡേൺ തിയറീസ് നോക്കിക്കഴിഞ്ഞാൽ അവിടെ 4 എണ്ണം ഉണ്ട്. കൺട്രി സിമിലാരിറ്റി തിയറി, പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ തിയറി, ഗ്ലോബൽ റൈവൽറി തിയറി ആൻഡ് പോർട്ടർ ഡയമണ്ട് തിയറി. അത് മൈക്കിൾ പോർട്ടറിൻ്റെ തിയറിയാണ്. ഓക്കെ, അപ്പോൾ ആദ്യം നിങ്ങൾ ഈ ക്ലാസിഫിക്കേഷൻ ഓർമ്മിച്ച് വെക്കുക. ഏതൊക്കെയാണ് ക്ലാസിക്കൽ തിയറീസിൽ വരുന്നത്, ഏതൊക്കെയാണ് മോഡേൺ തിയറീസിൽ വരുന്നത് എന്നുള്ളത്. ഇനി ഫസ്റ്റ് ഓഫ് ഓൾ ക്ലാസിക്കൽ തിയറിയിൽ ഒന്നാമതാണ് മെർക്കൻറ്റൈലിസം തിയറി. ഇത് ഏത് പീരീഡിലാണ് ഡെവലപ്പ് ചെയ്തതെന്നാണ് അവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത്. 16th to 18th സെഞ്ച്വറിയാണ്. ഓക്കെ, ഏറ്റവും വളരെ ഓൾഡസ്റ്റ് ആയിട്ടുള്ളൊരു ട്രേഡ് തിയറിയാണ് എന്ത്, മെർക്കൻറ്റൈലിസം തിയറി. അപ്പം മെർക്കൻറ്റൈലിസം തിയറി പ്രകാരം ഒരു രാജ്യത്തിൻ്റെ വെൽത്ത് അല്ലെങ്കിൽ സമ്പത്ത് എന്ന് പറയുന്നത് റിഫ്ലക്റ്റ് ചെയ്യുന്നത് സ്റ്റോക്ക് ഓഫ് ഗോൾഡ് ആൻഡ് സിൽവർ ആണ്. കാരണം പണ്ടുള്ളൊരു തിയറിയാണിത്, ഏറ്റവും പഴയ തിയറിയാണ്. ആ കാലഘട്ടങ്ങളിൽ നമ്മൾ ട്രേഡ് എങ്ങനെ നടക്കുക, ഗോൾഡിലും സിൽവറിലൊക്കെയാണ്. കറൻസിയൊക്കെ ഇല്ലാത്ത സമയത്ത് ഗോൾഡിലും സിൽവറിലേക്കാണ് നമ്മൾ ട്രേഡ് നടക്കുക. അപ്പോൾ മെർക്കൻറ്റൈലിസം തിയറി പ്രകാരം പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ സമ്പത്ത് എന്ന് പറയുന്നത് ആ രാജ്യത്തിന് എത്രത്തോളം ഗോൾഡ് ഉണ്ടോ എത്രത്തോളം സിൽവർ ഉണ്ടോ അവരുടെ സ്റ്റോക്കായിട്ട് എന്നതിൻ്റെ ബേസിലാണ് നമ്മൾ രാജ്യത്തിൻ്റെ വെൽത്ത് മെഷർ ചെയ്യാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് മെർക്കൻറ്റൈലിസം തിയറി പ്രകാരം പറയുന്നത് കൺട്രീസ് മസ്റ്റ് എക്സ്പോർട്ട് മച്ച് മോർ ദാൻ ഇമ്പോർട്ട്. അപ്പോൾ നമുക്ക് ഈ ഗോൾഡും സിൽവറും കിട്ടണമെങ്കിൽ, കൂടുതൽ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, കൂടുതൽ എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടത് അല്ലേ. എക്സ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിലേക്ക് ഇങ്ങോട്ട് ഗോൾഡും സിൽവറും കിട്ടും. ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിലോ നമ്മുടെ ഗോൾഡും സിൽവറും അങ്ങോട്ടേക്ക് കുറയുക ചെയ്യാം. അതുകൊണ്ട് ഈ ഒരു തിയറി പ്രകാരം എന്താ പറയുന്നത്, കൺട്രി മസ്റ്റ് എക്സ്പോർട്ട് മച്ച് മോർ ദാൻ ഇമ്പോർട്ട്. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് നാഷൻസിൻ്റെ വെൽത്തിനെ നമ്മൾ ഇൻക്രീസ് ചെയ്യണം. എങ്ങനെ ഇൻക്രീസ് ചെയ്യേണ്ടത്? മാക്സിമൈസിങ് എക്സ്പോർട്ട് ആൻഡ് മിനിമൈസിങ് ഇമ്പോർട്ട്. എക്സ്പോർട്ടുകളെ കൂട്ടിക്കൊണ്ട് നമ്മൾ ഇമ്പോർട്ടുകൾ എന്ത് ചെയ്യണം, കുറയ്ക്കണം. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഗോൾഡിൻ്റെയും സിൽവറിൻ്റെയും സ്റ്റോക്ക് നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഇതിൻ്റെ കോർ ഐഡിയ എന്ന് പറയുന്നത് വെൽത്ത് ഓഫ് നേഷൻ ആണ്. ദാറ്റ് മീൻസ് അക്യുമുലേഷൻ ഓഫ് ഗോൾഡ് ആൻഡ് സിൽവർ. കഴിയാവുന്നത്ര ഗോൾഡും സിൽവറും നമ്മൾ എന്ത് ചെയ്യാം, ശേഖരിച്ച് വെക്കുക. അതാണ് മെർക്കൻറ്റൈലിസം തിയറിയിൽ പറയുന്നത്. ഇനി ഇതിനൊരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ഫ്രീ ട്രേഡ് പോസിബിൾ ആയിരിക്കില്ലല്ലോ. കാരണം എന്താണ്, ഒരു രാജ്യത്തിൻ്റെ എക്സ്പോർട്ട് എന്ന് പറയുന്നത് മറ്റൊരു രാജ്യത്തിൻ്റെ ഇമ്പോർട്ടാണ്. അപ്പോൾ ഇവിടെ ഒരു രാജ്യം എന്താ ചെയ്യുന്നത്, ഇമ്പോർട്ടൊന്നും ചെയ്യുന്നില്ല, എക്സ്പോർട്ട് മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതൊരിക്കലും എന്തില്ല, ഫ്രീ ട്രേഡിനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല. ദെൻ അവരുടെ വിശ്വാസം എന്താണ്, അക്യുമുലേഷൻ ഓഫ് ഗോൾഡ് ആൻഡ് സിൽവർ ഇസ് ദ റിയൽ ഇൻഡിക്കേറ്റർ ഓഫ് വെൽത്ത്. ഒരു രാജ്യത്തിൻ്റെ സമ്പത്ത് എന്ന് പറയുന്നത് എവിടെയാണെന്നാണ് അവർ വിശ്വസിക്കുന്നത്, ഗോൾഡിലും സിൽവറിലും ആണെന്നാണ് വിശ്വസിക്കുന്നത്. ഇനി ഈ ഒരു ടേം നിങ്ങൾ ഓർത്ത് വെക്കണേ, സീറോ സം ഗെയിം. ഇത് ചിലപ്പോൾ ഒരു എക്സാമിന് ട്രിക്കി ആയിട്ട് ചോദിക്കാറുണ്ട്. എന്താ സീറോ സം ഗെയിം എന്ന് പറഞ്ഞാൽ, മെർക്കൻറ്റൈലിസം തിയറി ഒരു സീറോ സം ഗെയിമാണ്. അങ്ങനെ പറയാൻ കാരണം ഗെയിൻ ബൈ വൺ കൺട്രി റിസൾട്ട് ഇൻ എ ലോസ് ഓഫ് അനദർ. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു രാജ്യം, സപ്പോസ് കൺട്രി എ ആൻഡ് കൺട്രി ബി. ഇപ്പം എല്ലാ രാജ്യങ്ങളും ശ്രമിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്, എക്സ്പോർട്ട് കൂട്ടാൻ വേണ്ടിയിട്ടാണ്, ഇമ്പോർട്ട് കുറക്കണം. അപ്പം എക്ക് എന്ത് ചെയ്യണം, എക്സ്പോർട്ട് കൂട്ടണം. എ എക്സ്പോർട്ട് ചെയ്യണമെങ്കിൽ വേറൊരു രാജ്യം എന്ത് ചെയ്യണം, അത് ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടി തയ്യാറാവണ്ടേ. യെസ്, അപ്പം ഇവിടെ ബി എന്ന രാജ്യം അവരുടെ ലക്ഷ്യം എന്തായിരിക്കും, എക്സ്പോർട്ട് കൂട്ടുക എന്നുള്ളതാണ്. അവരും എന്ത് ചെയ്യില്ല, ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടി തയ്യാറാവില്ല. അപ്പം ഇറ്റ്സ് എ സീറോ സം ഗെയിം. അതായത് എക്ക് എക്സ്പോർട്ട് ചെയ്താൽ എന്തുണ്ടാവും, പ്രോഫിറ്റ് ഉണ്ടാവും, മീൻസ് വെൽത്ത് ഉണ്ടാവും. പക്ഷേങ്കിൽ ഏത് രാജ്യത്തേക്കാണോ അവർ എക്സ്പോർട്ട് ചെയ്യുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അവർക്ക് അതിനെക്കൊണ്ട് ബെനിഫിറ്റ് ഇല്ല. സപ്പോസ് എ
എ എന്ന് പറയുന്ന രാജ്യം ബി എന്ന് പറയുന്ന രാജ്യത്തേക്കാണ് സാധനം എക്സ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ എക്ക് അത് ബെനിഫിറ്റാണ്, കാരണം ഗോൾഡും സിൽവറും കിട്ടും. പക്ഷേ ബീനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ദാറ്റ്സ് എ ലോസ്. ഓക്കെ, അപ്പം മെർക്കൻറ്റലിസം തിയറിയുമായിട്ട് റിലേറ്റഡ് ആയൊരു കൺസെപ്റ്റാണ് എന്ത്, സീറോ സം ഗെയിം. ഓർത്ത് വെക്കണേ. ഇനി രണ്ടാമത്തെ തിയറിയാണ് ട്രഡീഷണൽ ഉള്ളത്, അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറി. അത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ആഡം സ്മിത്ത് ആണ്. ഓക്കെ, ആഡം സ്മിത്തിൻ്റെ വെൽത്ത് ഓഫ് നേഷൻ്റെ ആ ഒരു ബുക്ക് പ്രകാരം വരുന്നൊരു തിയറിയാണെന്ത്, അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറി. അപ്പോൾ അവിടെ പറയുന്നത് കൺട്രീസ് മസ്റ്റ് പ്രൊഡ്യൂസ് ദോസ് ഗുഡ്സ് വിച്ച് ഹാവ് ലോ പ്രൊഡക്ഷൻ കോസ്റ്റ് കമ്പയർഡ് ടു അതേഴ്സ്. അപ്പോൾ രാജ്യങ്ങൾ പ്രൊഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നറിയോ, നമ്മുടെ പ്രൊഡക്ഷൻ കോസ്റ്റാണ് നോക്കേണ്ടത്. അതിൻ്റെ എക്സാമ്പിൾ ഇതാണ്. സപ്പോസ് കൺട്രി എയും ബിയും, അപ്പോൾ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ടെക്സ്റ്റൈലാണ്. അപ്പം എന്താണ് 1 കിലോഗ്രാം ടെക്സ്റ്റൈൽ എന്താണ് പ്രൊഡ്യൂസ് ചെയ്യുമ്പം എക്ക് എത്ര ചിലവാകുന്നുണ്ട്, $10 ചിലവാകുന്നുണ്ട്. അതേപോലെ ബിക്ക് എത്ര ചിലവാകുന്നുണ്ട്, $5 ചിലവാകുന്നുള്ളൂ. അപ്പം കൺട്രി ബി എന്ത് ചെയ്യണം എന്നറിയോ, ടെക്സ്റ്റൈൽ പ്രൊഡ്യൂസ് ചെയ്യണം. കാരണം എന്താണ്, എനേക്കാട്ടും പകുതി ചിലവർ ബിക്ക് എന്ത് ചെയ്യാൻ പറ്റും, സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അത് നമുക്കൊരു വീണ്ടും ഒരു എക്സാമ്പിൾ പറയുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നുണ്ട്, പ്രൊമോട്ട് സ്പെഷ്യലൈസേഷൻ, അതേപോലെ പ്രൊമോട്ട് ഫ്രീ ട്രേഡ്, ദെൻ മ്യൂച്വലി ബെനിഫിഷ്യൽ ഫോർ ട്രേഡിംഗ് നേഷൻസ് ആൻഡ് അവോയ്ഡ് ട്രേഡ് റെസ്ട്രിക്ഷൻസ്. അവിടെ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, കാരണം ഒരു രാജ്യം മാത്രം എക്സ്പോർട്ട് ചെയ്യുക അങ്ങനെയൊന്നുമില്ല. ഏത് രാജ്യത്തിനാണോ ലോ കോസ്റ്റിൽ പ്രൊഡക്ഷൻ ചെയ്യാൻ പറ്റുന്നത് അവരത് ചെയ്യുക. അതാണ് ആര് പറയുന്നത്, അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറി പ്രകാരം പറയുന്നത്. അപ്പോൾ ഇതെന്താണ്, ഇറ്റ്സ് എ പോസിറ്റീവ് സം ഗെയിം. നമ്മൾ നേരത്തെ മെർക്കൻറ്റലിസം എന്താ പറഞ്ഞത്, സീറോ സം ഗെയിം എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇതെന്താണ്, ഒരു പോസിറ്റീവ് സം ഗെയിമാണ്. അത് ഓർമ്മിച്ച് വെക്കണേ. ദെൻ അവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഏതിൻ്റെ എക്സാമ്പിളാണ് കൊടുത്തത്, കോഫി ആൻഡ് മൈക്രോ ചിപ്പ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മറ്റൊരു എക്സാമ്പിളാണ്. അപ്പം ഇവിടെ രണ്ട് രാജ്യങ്ങളാണ്, കൺട്രി എയും ബിയും. അപ്പം കൺട്രി എനെ സംബന്ധിച്ചിടത്തോളം 1 pound ഓഫ് കോഫി ടേക്സ് 2 hours. 1 pound ഓഫ് കോഫി ഉണ്ടാക്കാൻ വേണ്ടി എത്ര മണിക്കൂർ വേണം, 2 hours വേണം. അതേപോലെ കൺട്രി ബീനെ സംബന്ധിച്ചിടത്തോളം എത്ര വേണം, 1 pound ഓഫ് കോഫി ഉണ്ടാക്കാൻ 1 മണിക്കൂർ മതി. ഇനി മൈക്രോ ചിപ്പാണെങ്കിലോ, കൺട്രി എക്ക് ഒരു മൈക്രോ ചിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി 1 മണിക്കൂർ വേണം, കൺട്രി ബിക്ക് ഒരു മൈക്രോ ചിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി 4 മണിക്കൂർ വേണം. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ കൺസെപ്റ്റിലേക്ക് പോകും. എന്താണ്, ലോ കോസ്റ്റിൽ ആർക്കാണോ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുക അവർ ആ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാം. ഇവിടെ കൺട്രി എയും കൺട്രി ബിയും എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, കോഫി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്ക് ഈ ടേബിൾ ഈ ഒരു എക്സാമ്പിൾ നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാവും ആരാണ് കോഫി പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ആർക്കാണ് ലോ കോസ്റ്റിൽ കോഫി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുക. ആർക്കാണ് പറ്റുക, കൺട്രി ബിക്കല്ലേ പറ്റുക അല്ലേ. കാരണം എന്താണ്, കൺട്രി ബി ഹാസ് ആൻ അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഇൻ കോഫി. കാരണം എന്താണ്, ഇറ്റ് ഓൺലി ടേക്സ് കൺട്രി ബി 1 hour ടു പ്രൊഡ്യൂസ് 1 pound ഓഫ് കോഫി. 1 മണിക്കൂർ കൊണ്ട് 1 pound കോഫി അവർ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ കൺട്രി എ എന്ത് ചെയ്യുന്നുണ്ട്, 1 pound കോഫി ഉണ്ടാക്കാൻ വേണ്ടി 2 മണിക്കൂർ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത്, കോഫി ആരുണ്ടാക്കുക, കൺട്രി ബി ഉണ്ടാക്കുക. ഇനി മൈക്രോ ചിപ്സിൻ്റെ കേസിൽ നോക്കിയേ, കൺട്രി എക്ക് ഒരു മൈക്രോ ചിപ്പ് ഉണ്ടാക്കാൻ 1 മണിക്കൂർ മതി. പക്ഷേ കൺട്രി ബിക്ക് എന്ത് വേണം, 1 മൈക്രോ ചിപ്പ് ഉണ്ടാക്കാൻ 4 മണിക്കൂർ എടുക്കുന്നുണ്ട്. അപ്പോൾ ആർക്കാണ് ഇവിടെ അഡ്വാൻറ്റേജ് ഉള്ളത്, കൺട്രി എക്കല്ലേ. കാരണം 1 മൈക്രോ ചിപ്പ് 1 മണിക്കൂർ കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പം ഇവിടെ അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ്, മൈക്രോ ചിപ്പിൻ്റെ കേസിൽ അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ആർക്കാണ്, കൺട്രി എക്കാണ്. അതാണ് അവിടെ പറയുന്നത്, കൺട്രി എ ഹാസ് ആൻ അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഇൻ മൈക്രോ ചിപ്സ്. ഇറ്റ് ഓൺലി ടേക്സ് 1 hour ടു പ്രൊഡ്യൂസ് എ മൈക്രോ ചിപ്പ്. പക്ഷേ കൺട്രി ബി എന്ത് ചെയ്യുന്നുണ്ട്, 4 മണിക്കൂർ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ 2 പ്രൊഡക്റ്റുള്ള സമയത്ത് ആർക്കാണോ ലോ കോസ്റ്റിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുക അവരെന്ത് ചെയ്യണം, അത് പ്രൊഡ്യൂസ് ചെയ്യുക, എന്നിട്ട് എക്സ്പോർട്ട് ചെയ്യുക. അപ്പം ഇതെന്തായിരിക്കും, ഒരു പോസിറ്റീവ് സം ഗെയിമാണെന്നാണ് പറയുന്നത്. കാരണം എല്ലാ രാജ്യങ്ങൾക്കും അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുമെന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ, യെസ്. ഇനി അടുത്തതാണ്, പക്ഷേ അതിലൊരു പോയിന്റ് കൂടി പറയുന്നത്, ഹി വാസ് അണാബിൾ ടു ജസ്റ്റിഫൈ വൈ ഗെയിൻസ് ഫ്രം ട്രേഡ് ഒക്കൂർ വെൻ വൺ നേഷൻ ക്യാൻ പ്രൊഡ്യൂസ് എവറിത്തിങ് മോർ എഫിഷ്യൻ്റ്ലി ദൻ അതർ. ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു, ഏത് രാജ്യത്തിനാണോ ഒരു പ്രൊഡക്റ്റ് കൂടുതൽ എഫിഷ്യൻ്റായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന അവരെന്ത് ചെയ്യണം, അത് പ്രൊഡ്യൂസ് ചെയ്യണം. ബട്ട് അവിടെ ഒരു ക്വസ്റ്റ്യൻ വരും. സപ്പോസ് വളരെ ഡെവലപ്ഡ് നേഷൻസ് ഉണ്ടാവും, അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യത്തിലും അവരെന്തായിരിക്കും, എഫിഷ്യൻ്റ് ആയിരിക്കും. എല്ലാ പ്രൊഡക്റ്റും അവർക്ക് ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ലോ കോസ്റ്റിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താണ് ചെയ്യുക എന്ന് ആർക്ക് പറയാൻ പറ്റിയിട്ടില്ല, അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് പ്രകാരം ആഡം സ്മിത്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്, ഹി വാസ് അണാബിൾ ടു ജസ്റ്റിഫൈ വൈ ഗെയിൻസ് ഫ്രം ട്രേഡ് ഒക്കൂർ
where one nation can produce everything more efficiently. ഒരു രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം എല്ലാം എഫിഷ്യൻ്റായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എല്ലാം ലോ കോസ്റ്റിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അവിടെ എന്തുണ്ടാവില്ല, ഇൻ്റർനാഷണൽ ട്രേഡ് ഉണ്ടാവുമോ? കാരണം അവർ മാത്രം എല്ലാം ഉണ്ടാക്കി എക്സ്പോർട്ട് ചെയ്യും, ബാക്കി ഏതെങ്കിലും രാജ്യത്തിന് സ്കോപ്പ് ഉണ്ടാവുമോ? ഇല്ല. ആ ഒരു പ്രോബ്ലത്തിനെ റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡേവിഡ് റിക്കാർഡോയുടെ കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് തിയറി വന്നത്. ഓക്കെ, അപ്പം ഇറ്റ് എക്സ്പ്ലെയിൻ വാട്ട് മൈറ്റ് ഹാപ്പൺ ഇഫ് വൺ കൺട്രി ഹാസ് അഡ്വാൻറ്റേജ് ഇൻ ഓൾ പ്രൊഡക്ട്സ്. നമ്മൾ നേരത്തെ പറഞ്ഞ കേസാണ്, ഒരു രാജ്യത്തിന് എല്ലാ പ്രൊഡക്ട്സിലും അഡ്വാൻറ്റേജ് ഉണ്ട്. ആ കേസിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നാണ്. അപ്പോൾ നമ്മൾ നോക്കേണ്ടത്, നേരത്തെ നമ്മൾ നോക്കിയെന്താണ്, പ്രൊഡക്ഷൻ കോസ്റ്റ് ലോ ആണ് നോക്കിയത്. ഇവിടെ എന്താ നോക്കേണ്ടതെന്ന് അറിയോ? ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ലോ ആണ് നോക്കേണ്ടത്. എന്താണ് നോക്കേണ്ടത്? ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ലോ. അപ്പോൾ ഈ ഒരു കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് തിയറി പ്രകാരം കൺട്രി ഷുഡ് പ്രൊഡ്യൂസ് പ്രൊഡക്ട്സ് ഇൻ വിച്ച് ദെയർ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഈസ് ലോ. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഏത് പ്രൊഡക്റ്റിനാണോ കുറവ് ആ പ്രൊഡക്റ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, അപ്പം കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് തിയറി ഫോക്കസ് ചെയ്യുന്നതിനാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റിനാണ്. അപ്പോൾ ഈ പോയിന്റ് നിങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്തുമായിട്ട് റിലേറ്റഡ് ആണ്? കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് തിയറിയുമായിട്ട് റിലേറ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ അവിടെ ലാസ്റ്റ് സെൻറ്റൻസ് നോക്കി, മേക്ക് സെൻസ് ഫോർ എ country to specialize in the production of those goods that it produce most efficiently and to buy goods that it produce less efficiently. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ലോ ഉള്ളത് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുക, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഹൈ ഉള്ളത് നമ്മൾ എന്ത് ചെയ്യണം? ഇമ്പോർട്ട് ചെയ്യണം. ഓക്കെ ആണല്ലോ? അപ്പോൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റിൻ്റെ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിസിഷൻസ് എടുക്കുന്നത്. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് തിയറി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. കൺസിഡർ 2 countries, യൂറോപ്പ് ആൻഡ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. അപ്പോൾ 2 പ്രൊഡക്ട്സാണ് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ക്ലോത്തും വൈനും. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിനാണ് 2 കേസിലും അഡ്വാൻറ്റേജ് ഉള്ളത് അല്ലേ. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് 20 ക്ലോത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അതേപോലെ വൈനും എന്ത് ചെയ്യുന്നുണ്ട്? 20 യൂണിറ്റ് അല്ലെങ്കിൽ 20 യൂണിറ്റ് വരെ എന്ത് ചെയ്യുന്നുണ്ട്? വൈനും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. രണ്ടിലും അഡ്വാൻറ്റേജ് ഉള്ളത്, 2 പ്രൊഡക്റ്റിലും USA എന്ത് ചെയ്യുന്നുണ്ട്? അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് തിയറി അപ്ലൈ ചെയ്യേണ്ടത്? ഇപ്പം അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറി പ്രകാരമാണെങ്കിൽ ക്ലോത്തും ആരുണ്ടാക്കണം? USA ഉണ്ടാക്കണം, വൈനും USA ഉണ്ടാക്കണം. പക്ഷേ അപ്പം ഫ്രീ ട്രേഡ് ഉണ്ടാവില്ലല്ലോ, അതിന് വേണ്ടിയിട്ടാണ് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് തിയറി വന്നത്. അപ്പോൾ ഈ തിയറി പ്രകാരം നമ്മൾ എന്താ നോക്കേണ്ടത്? ഓപ്പർച്യൂണിറ്റി കോസ്റ്റാണ് നോക്കേണ്ടത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ യൂറോപ്പിൻ്റെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് നോക്കാം. യൂറോപ്പിൻ്റെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് നമ്മളിങ്ങനെ ഈ ടേബിൾ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് 1 cloth ഈസ് ഈക്വൽ ടു 2 wine. അതെങ്ങനെയാണ് കണ്ടത്? 10/5 ആണേ. 10 divided by 5 ഈസ് ഈക്വൽ ടു 2 wine. അതേപോലെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് 1 wine, യൂറോപ്പിൻ്റെ 1 വൈൻ്റെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കാണാം. എങ്ങനെ കാണാം? 5/10. നേരെ തിരിച്ചിട്ടാൽ മതി, 5/10. അപ്പം ഹാഫ് കിട്ടും. ഇനി യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് ക്ലോത്ത്, അപ്പം 20/20. അത് 2 കേസിലും ഒന്ന് തന്നെയാണ് വരിക. അപ്പോൾ നമുക്കിങ്ങനെ അതിൽ തീരുമാനം എടുക്കാൻ പറ്റും. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് ക്ലോത്ത് ഈസ് ലോവർ ഇൻ ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. നമ്മളെന്താ പറഞ്ഞത്? ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഏതിനാണോ കുറവുള്ളത് അത് നമ്മൾ എന്ത് ചെയ്യണം? പ്രൊഡ്യൂസ് ചെയ്യണം. ഇവിടെ ക്ലോത്തിൻ്റെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എവിടെയാണ് കുറവുള്ളത്? യുണൈറ്റഡ് സ്റ്റേറ്റ്സിലല്ലേ? യെസ്. എത്രയാണ് വരുന്നത്? 1 wine. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് 1 cloth ഈസ് ഈക്വൽ ടു 1 wine യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ. അപ്പോൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്ത് ചെയ്യണം? ക്ലോത്ത് പ്രൊഡ്യൂസ് ചെയ്യണം. അതേപോലെ വൈൻ്റെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എവിടെയാണ് കുറവുള്ളത്? യൂറോപ്പിലല്ലേ? യെസ്. യൂറോപ്പ് മീൻസ് ഫ്രാൻസ്. അവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്, ഫ്രാൻസ് ഉള്ളത് യൂറോപ്പാണ്. അപ്പം ദെർഫോർ യൂറോപ്പ് എൻജോയ് ദി കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് ഇൻ ദി പ്രൊഡക്ഷൻ ഓഫ് വൈൻ. ഓക്കെ, അപ്പോൾ രണ്ടിൻ്റെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് നമ്മൾ കണ്ടിട്ടുണ്ട്. ക്ലോത്തിൻ്റെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റും കണ്ടു, വൈൻ്റെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റും കണ്ടു. അപ്പം ക്ലോത്തിൻ്റെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കുറവുള്ളത് എവിടെയാണ്? USA അതേപോലെ വൈൻ്റെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കുറവുള്ളത് യൂറോപ്പിലാണ്. അപ്പം എവിടെയാണോ നമുക്ക് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കുറവുള്ളത് ആ പ്രൊഡക്റ്റാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ബാക്കി വരുന്ന തിയറീസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.